നമസ്കാരം. ഹരേ കൃഷ്ണ. നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് നാരായണീയം ഗ്രന്ഥത്തിന്റെ വിവിധ രൂപങ്ങളാണ്. അർത്ഥസഹിതമുള്ള ഗ്രന്ഥം, കഥകൾ മാത്രം അടങ്ങിയ ഗ്രന്ഥങ്ങൾ, ശ്ലോകങ്ങൾ മാത്രമുള്ള ഗ്രന്ഥങ്ങൾ, അങ്ങനെ ഒട്ടനേകം ഗ്രന്ഥങ്ങൾ നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിൽ ലഭ്യമാണ് കേട്ടോ. ഭക്തജനങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യം എന്താണോ അതനുസരിച്ച് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ അവർക്ക് ശ്ലോകം മാത്രം വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഒന്നും തന്നെ മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെയും അർത്ഥവും ശ്ലോകവുമുള്ള ഗ്രന്ഥങ്ങൾ ആദ്യം വാങ്ങി വായിക്കുന്നതാണ് നല്ലത്. അതും ഏറ്റവും പുതിയ പരിഷ്കരിച്ച പതിപ്പാണെങ്കിൽ അത്രമേൽ ഉചിതം തന്നെയാണ് കേട്ടോ. കൂടെ തന്നെ സമയം കിട്ടുന്ന വേളകളിൽ നാരായണീയ കഥകൾ വായിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഈ ശ്ലോകവും അർത്ഥത്തിന്റെയും കൂടെ കഥകളും വായിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നാരായണീയം ഗ്രന്ഥം എന്താണ്, ആ ഗ്രന്ഥം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, നമുക്കതിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾക്കൊള്ളുവാനായി സാധിക്കുന്നത് എന്നിങ്ങനെ ഒട്ടേറെ അറിവുകൾ സമ്പാദിക്കുവാനായിട്ട് സാധിക്കുന്നു. അത് വീണ്ടും നമ്മെ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുക. ഇനി അതല്ല, എല്ലാം ഗ്രഹിച്ചു കഴിഞ്ഞവർക്കാണെങ്കിൽ ഇതേപോലെ മനനാരായണീയത്തിലുള്ളതുപോലെ ശ്ലോകവും അർത്ഥവും മാത്രം വരുമ്പോൾ പാരായണ വേളയിൽ അത് തീർത്തും ബുദ്ധിമുട്ടുണ്ടാക്കും. കാര്യം ശ്ലോകം താഴെ അർത്ഥം അങ്ങനെയാണല്ലോ പോകുന്നത്. അതുകൊണ്ട് ശ്ലോകം മാത്രം അടങ്ങിയ ഗ്രന്ഥം വാങ്ങിക്കുന്നതാണ് കുറച്ചുകൂടി കഴിഞ്ഞവർക്ക് നല്ലത്. ഇപ്പോൾ ഒരുപാട് ഭക്തജനങ്ങളുടെ കയ്യിൽ, കൂടുതലും പ്രായമായിട്ടുള്ള അമ്മമാരുടെയും അങ്കിളുമാരുടെയൊക്കെ കയ്യിലായിരിക്കും പഴയ പതിപ്പായിരിക്കും ഉണ്ടാവുക. ഇപ്പോൾ ഏകദേശം ഒരു 2-3 കൊല്ലമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ നാരായണീയം ശ്ലോകം മാത്രമുള്ള ഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വലിപ്പമുള്ള അക്ഷരങ്ങൾ, വ്യക്തതയും പരിപൂർണവുമായിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും പുതിയ പരിഷ്കരിച്ച പതിപ്പായ ശ്ലോകം മാത്രമുള്ള നാരായണീയം ഗ്രന്ഥങ്ങൾ വാങ്ങി വായിക്കാവുന്നതാണ്. അത് നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ ദ ഡിവോട്ടി സ്റ്റോറിൽ ലഭ്യമാണ് കേട്ടോ. 24 മണിക്കൂറും സ്റ്റാഫ് എൻക്വയറി സേവനം ലഭ്യമാണ്. അപ്പോൾ തന്നെ ഇപ്പോൾ നാരായണീയം ഗ്രന്ഥം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് അവരിട്ട് തരും. അറിവുള്ളവരാണ് സ്റ്റാഫായിട്ട് ഇരിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ആവശ്യാനുസരണം ഇഷ്ടം പ്രതി പോസ്റ്റ് ഓഫീസ് വേണോ, DTDC വേണോ, ഏതാണ് നല്ലത്, ഉചിതമാർഗം ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ സ്റ്റാഫിനോട് മെസ്സേജ് അയച്ചു പറയാവുന്നതാണ്. ആ രീതിയിൽ നമുക്ക് ഡിവോട്ടി സ്റ്റോറിലുള്ള എല്ലാം തന്നെയും അയക്കുവാനായിട്ട്, അതും ഭഗവാന്റെ നാമത്തിൽ അയക്കുവാനായിട്ട് സാധിക്കുന്നു. അവസാനമായിട്ട് പറയാനുള്ളത്, ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ നാരായണീയം അർത്ഥസഹിതമുള്ള ഗ്രന്ഥങ്ങൾ വാങ്ങി വായിക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതാവുമ്പോൾ ഏറ്റവും പുതിയ പരിഷ്കരിച്ച പതിപ്പാണ്. ആ കാര്യം കൂടി ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഓർത്തുകൊള്ളുക. നാരായണീയം ഗ്രന്ഥങ്ങൾ ഓർഡർ ചെയ്യുവാൻ താല്പര്യമുള്ള ഭക്തജനങ്ങൾക്ക് ഇപ്പോൾ തന്നെ മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച് പ്ലേസ് ചെയ്യുവാനായി സാധിക്കുന്നതാണ് കേട്ടോ.